പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് ദ ബേബി ഇൻ യെല്ലോ. ഈ ഗെയിമിൽ പിന്നെ ഒരു പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നുട്ടാ. അതെന്തായിരുന്നു? ഡാർക്ക് വിസ്പേഴ്സാ, അങ്ങനെ എന്തോ ആണ്. നമുക്കപ്പോൾ ഈ ഗെയിം ഒന്ന് കളിച്ചു നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ നമ്മുടെ ഗെയിം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഈ ഗെയിമിൻ്റെ സ്റ്റോറിയില്ലേ, ഇതിൻ്റെ സ്റ്റോറി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണു. അത് വേറൊന്നല്ല, ഇതിൽ ഒരു ബേബി ഉണ്ടാവും. ആ ബേബി ഇച്ചിരി പെശക. നമുക്ക് പക്ഷേ ആ ബേബിനെ നോക്കണം. അതാണ് നമ്മുടെ പണി. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് എത്തേക്കാണ്. ഇവിടെ പിന്നെ റൂം നമ്പർ 10 ഉണ്ടാവും. നമുക്ക് അങ്ങോട്ടേക്ക് പോണ്ടേ. ഇതാണ് റൂം നമ്പർ 10. ഇവിടെ ഒരു ചെടിച്ചട്ടി ഉണ്ട്. ഇതിൻ്റെ അടിയിൽ ഒരു താക്കോലുണ്ട്. നമുക്ക് ഈ താക്കോലും എടുക്കാം, എന്നിട്ട് ഈ ഡോർ തുറക്കാം. ഹായ്, നമ്മുടെ കൊച്ച് ദ ബേബി ഇൻ യെല്ലോ. ലെറ്റ്സ് ഗോ. എടാ കൊച്ചർക്ക, കുറെ കാലയിലൊക്കെ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? നീ എന്തെങ്ങനെ തുറച്ചു നോക്കണേ? എന്നെ തുറച്ചു നോക്കടാ. നിന്നെ ഞാൻ പിടിച്ച് കയറിയട്ടെ. ഉീ, അയ്യോ, ചെക്കൻ കരഞ്ഞു. അച്ചോടാ, കരയണ്ടാട്ടാ. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നുകൂടെ അറിയാം. വീ, എന്താ മോനെ, ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ? എന്നാൽ ഒന്നുകൂടെ അറിയാം. ഇവനെന്താ ഹാപ്പി ആവാത്ത? ഇവനിപ്പോഴും കരയാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബാസ്കറ്റ് ബോൾ കളിക്കാം. ഏ, ചെക്കൻ്റെ സന്തോഷം കണ്ടില്ലേ? നമുക്ക് ഒന്നുകൂടെ കളിച്ചാലോ? ഏയ്, ഇതെന്തത്? ചെക്കനവിടെ സ്റ്റക്കായാലോ? നല്ല പോസ്. നമുക്ക് ഒന്നുകൂടെ കളിക്കാം. ഏയ്, അപ്പോഴേക്കും പടങ്ങിയ. എന്നാൽ ഒരു വട്ടം കൂടി ഇടാം. ഇത് വീണ്ടും സ്റ്റക്കായി. ലെറ്റ്സ് ഗോ. ഇവൻ തെക്ക് അരയണു. ഒരു കാര്യം ചെയ്, ആ പഴത്തിൻ്റെ മേലെ കയറിയിരിക്കുക. ഞാൻ പോയിട്ട് പാലെടുത്തോണ്ട് വരാം. ഇതെന്തത്? ഓ, ഇത് ഡസ്റ്റ്ബിന്നാ. ഏയ്, കുട്ടി ഇങ്ങോട്ടേക്ക് വന്നല്ലോ. ഹേയ്, ചെക്കന് വീണ്ടും സന്തോഷമായി. നീ ആ പഴത്തിൻ്റെ മേലെ ഇരിക്കേ, ഞാനീ പാല് കൊണ്ടുവരാം. പാല് പിന്നെ ഫ്രിഡ്ജിലുണ്ട്. ഇതെടുത്തിട്ട് ആ ചെക്കന് കൊടുക്കാം. നോക്കട മോനെ, പാല്. പാല് വേണം നിനക്ക്. നിനക്ക് പാല് വേണ? എന്നാ കുടിക്ക്. അയ്യേ, ചെക്കൻ നാറ്റിച്ചു. ഒരു കാര്യം ചെയ്യാം, ഇവൻ്റെ ജെട്ടി പോയിട്ട് മാറ്റാം. ഇവൻ പിന്നെ രാംരാജിൻ്റെ ജെട്ടിയാണ് ഇടാറ്. ഇവിടെ പിന്നെ ക്ലോസറ്റ് ഉണ്ട്. ഇവനെ ക്ലോസറ്റിലിട്ടാലോ? മോനെ, കക്കൂസിലിരിക്കി, ഞാൻ നിന്നെ ഫ്ലഷ് ചെയ്യാം. ബൈ ബൈ. ഓ, ചെക്കൻ്റെ പുറത്തേക്ക് വന്നു. കരയണ്ട മോനെ, നീ അവിടെ ഇരിക്കി. നിനക്ക് ഞാൻ പുതിയ ജെട്ടി കൊണ്ടുവരാം. ഇതും രാംരാജിൻ്റെ ജെട്ടിയാ. ഏയ്, ചെക്കനവിടെ. ചെക്കൻ എങ്ങോട്ടേക്കാ പോയേ? ഓ, എനിക്ക് മനസ്സിലായി. ചെക്കൻ ഹാളിലുണ്ടാവും. അതേ ഇരിക്കണോടെ. എടാ ചെക്ക, അപ്പോഴേക്കും എങ്ങോട്ടേക്കാ പോയേ? ഇവനെ വെച്ച് വേറെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇവനെ ഓവനിലിടാം. ഇവനെ ഫ്രൈ ചെയ്യാം. ബൂം. ഏയ്, ചെക്കൻ്റെ സന്തോഷം കണ്ടില്ലേ? ഒരു വട്ടം കൂടി വെച്ചാലോ? ഒന്നുകൂടെ ഫ്രൈ ചെയ്യാം. ബൂം. ചെക്കന് സന്തോഷമായി. ഇന്നത്തേക്ക് ഇത് മതി. തൽക്കാലം നമുക്ക് പോയിട്ടേ കിടന്നുറങ്ങാം. ഇവിടെ എന്തോ സംഭവം ഉണ്ടായിരുന്നല്ലോ. വാഷിംഗ് മെഷീന്. നമുക്കേ ഇവനെ വാഷിംഗ് മെഷീനിലിടാം. നമുക്ക് ഇവനെ കുളിപ്പിക്കാം. പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ. എടാ കൊച്ചർക്ക, എങ്ങനെയുണ്ട്? നല്ല രസല്ലേ? ചെക്കനെ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി. ഇവന് തല കറങ്ങുന്നുണ്ട് കേട്ടോ. ഏയ്, ഇവിടെയും മറ്റേ സംഭവമുണ്ട്, മറ്റേ ബാസ്കറ്റ് ബോള്. നമുക്ക് ഒന്നുകൂടെ കളിച്ചാലോ? ഇന്നാ പിടിച്ചോ. ചെക്കന് അപ്പോഴും സന്തോഷമായി. പോയി കിടക്കട അവിടെ. നിനക്ക് ഞാൻ കഥ വായിച്ചുതരാം. ദ പ്രിൻസ് ആൻഡ് ദ ക്യാറ്റ്. ശരി, വായിച്ചു കൊടുക്കാം.
ഓക്കെ, കഥ വായിച്ചു കഴിഞ്ഞു. ചെക്കൻ്റെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടാ. ഇവന് ഒന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലായ പോലെ കിടക്കാണ്. എന്തെങ്കിലും ആവട്ടെ, ഈ ഡോർ നമുക്ക് അടയ്ക്കാം. എന്നിട്ട് അടിയിൽ പോയിട്ടിരുന്ന് ടി വി കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടി വി. ഇത് പിന്നെ കണ്ടില്ലേ, ഏതോ പഴയ ജാമ്പാൻ്റെ കാലത്തെ ടി വിയാ. ആ ടി വിയിൽ പിന്നെ ഒരു ആഡ് കാണിക്കുന്നുണ്ട്. എന്തോ ഒരു ടോസ്റ്ററിൻ്റെ ആഡാ. നമുക്ക് പറ്റിയെങ്കിൽ അതങ്ങ് മേടിക്കാം. ഏയ്, ഇതെന്തത്? ആ ചെക്കന്മാരേക്ക് കിടന്ന് ഉറങ്ങൂല, ബാക്കിയുള്ളവരെ ഉറങ്ങാനും സമ്മതിക്കില്ല. എന്താണോ അതിൻ്റെ പ്രശ്നം? നമുക്ക് ചെന്ന് നോക്കി നോക്കാം. എടാ കൊച്ചർക്ക, എന്താടാ? ഏയ്, ചെക്കനെ കാണലില്ലോ. അവൻ എങ്ങോട്ടേക്ക് പോയേ? ഓ, അവൻ മിക്കവാറും അടിയിലുണ്ടാവും. അവൻ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണ്ടാവും. ആ, ചെക്കൻ്റെ എവിടെ ഇരിക്കണു? എടാ കൊച്ചർക്ക, നീ ഇച്ചിരി സീനാണ് കേട്ടാ. മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിക്കോ. അയ്യോ, ചെക്കൻ പുറത്തേക്ക് പോയല്ലോ. ആ ബെഡിൽ പോയിട്ട് കിടക്ക്. ഇവന് പാവ വേണമെന്നാ പറയണേ. എന്തുട്ട് പാവയാ? ആ, ഇതെടുത്ത് കളിക്ക്. തട്ടിക്കളയേ. എന്നാ പിന്നെ ഈ മൊയിലെടുത്തോ, ഇത് വെച്ച് കളിക്ക്. ഏയ്, അതും തട്ടിക്കളഞ്ഞു. ആ, പൂച്ചനെ കിട്ടിയപ്പോൾ ചെക്കന് സന്തോഷമായി. എന്നാ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങ്. എന്നെ ഉറങ്ങാനായിട്ട് സമ്മതിക്ക്. ഒരു മിനിറ്റ്, ആ ചെക്കൻ വാതിൽ തുറന്നുട്ടാ. എൻ്റെ മോനെ, എന്താ പ്രശ്നം? അവൻ്റെ അവിടെ കിടന്ന് ഉറങ്ങി. നമുക്കപ്പോൾ ഈ ഡോറങ്ങടയ്ക്കാം. നമുക്കപ്പോൾ ഈ സോഫയിൽ കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഇവിടെ അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിക്കാണ്. നമ്മുടെ ചെക്കൻ പിന്നെ ഇവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട്. എന്തുട്ടാ കാണണേ? എന്താ പരിപാടി? എന്തിനാ എന്നെ നോക്കണേ? ആ ടി വി ആണ്. എന്നെ നോക്കാണ്ട് ടി വി കാണണ്ട. ദേ, ചെക്കൻ വീണ്ടും കരഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ചെക്കന് വീണ്ടും പാല് കൊടുക്കാം. ഇതന്നെ നമ്മുടെ പണി. ഒരു മിനിറ്റ്, എന്താണ്ടായേ? ഈ ഡോർ ലോക്കായില്ലോ. ആ ചെക്കൻ നമ്മളെ കുറ്റിട്ടു. എടാ കൊച്ചറക്ക, വാതിൽ തുറക്ക്. എന്തപ്പോൾ ചെയ്യുക? ഫ്രിഡ്ജിൽ പാല് കാണാനില്ല. ആ പാല് കുപ്പി എവിടെയാണാവോ? ആ, അത് ഇവിടെ ഉണ്ട്. ഈ ഡോർ ഇപ്പോൾ ഓപ്പൺ ആയിട്ടാ. ചെക്കൻ പിന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ കുടിക്ക്. വീണ്ടും നാട്ടിച്ചു. ഒരു കാര്യം ചെയ്യാം, ഈ പ്ലേറ്റ് അങ്ങ് എടുക്കാം. എന്നിട്ട് അവൻ്റെ തലയിൽ പൊട്ടിക്കാം. ദേ, ചെക്കൻ കരഞ്ഞു. ഇവൻ ഷഡിയിൽ അപ്പിട്ടപ്പളേ കിടന്ന് ചിരിക്കുക. നീ അവിടെ ഇരിക്കി, നിനക്ക് വേറെ ഷെഡി തരാം. ഈ ഷെഡ് എങ്ങോട്ടേക്കാ പോണേ? ഓ, ഈ ഷെഡി പറന്ന് പൂട്ടാ. ഇതൊക്കെ ഞാൻ മറന്നു പോയി. ഈ ഗെയിം പിന്നെ ഞാൻ മുന്നേ കളിച്ചിട്ടുണ്ട്, എനിക്കിപ്പോൾ ഓർമ്മയില്ല. എടാ, ഈ ഷെഡ് എങ്ങോട്ടേക്കാ പോണേ? എടാ ഷഡിയേ, ഇങ്ങോട്ടേക്ക് വാ. ആ കൊച്ചിന് മാറാനായിട്ട് വേറെ ഷഡിയില്ല. ഉള്ള ഷഡിയിലൊക്കെ അവൻ തൂറി നാട്ടിച്ചു. ഈ ഷെഡ് എങ്ങോട്ടേക്കാ പോണേ? നിക്കവിടെ. ആ, എങ്ങനെ ഇരിക്കണ്? ഇവിടെ പിന്നെ മറ്റേ എമർജൻസി ഉണ്ട് കേട്ടാ. അത് നമുക്ക് ആവശ്യം വരും. പക്ഷേ എപ്പോഴാണെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യാം, ഈ ഷെഡിങ് മാറ്റാം. ഇപ്പോൾ അത് ചെക്കന് വീണ്ടും സന്തോഷമായി. അയ്യോ, സോറി മോനെ. ഇതെന്തത്? ചെക്കൻ അങ്ങോട്ടേക്ക് പോയല്ലോ. ചെക്കൻ്റെ കുറുമ്പ് ഇച്ചിരി കൂടുണ്ട്. തൽക്കാലം അവിടെ കൊടുക്ക്. ആ താറാവ് വെച്ച് കളിക്ക്. നമുക്ക് ഒന്നുകൂടെ കഥ വായിച്ചു കൊടുക്കാം. ദ പ്രിൻസ് ആൻഡ് ദ റാബിറ്റ്. ഇതും കൂടി അങ്ങ് വായിച്ചു കൊടുക്കാം. എന്താടാ? അതെ, മര്യാദയ്ക്ക് ഇരുന്നോളോട്ടാ. നിനക്കെൻ്റെ സ്വഭാവം അറിയില്ല. അല്ല പിന്നെ. ഇവന് കഥ ഇങ്ങ് വായിച്ചു കൊടുക്കാം. ഓക്കെ, ചെക്കനങ്ങനെ വീണ്ടും കിടന്ന് ഉറങ്ങിയേക്കാണ്. നമുക്കിരുന്ന് ടി വി കാണാം. ഒരു മിനിറ്റ്, ആര് വന്നൂലോ? ഏയ്, ഇതാ ടോസ്റ്റർ അല്ലേ നമ്മൾ നേരത്തെ ടി വിയിൽ കണ്ടത്? ഇതപ്പോൾ നമ്മൾ ഓർഡർ ചെയ്താ? അതൊക്കെ എപ്പോ? അല്ല, ഈ റാബിറ്റ്
ഇത് ഞാൻ ആ ബേബിക്ക് കൊടുത്തതല്ലേ, അതിങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞ. എടാ കൊച്ചറക്ക, ഈ ഡോറ് ലോക്കാണല്ലോ, തുറക്കാൻ പറ്റണില്ല. ആ എന്തെങ്കിലും ആവട്ടെ, ഡോറ് ലോക്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ആ ചെക്കൻ പുറത്തേക്ക് ചാടില്ല. നമുക്കപ്പോൾ ഇവിടെ ഇരുന്ന് ടി വി കാണാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഡേ 3 ആയി കണ്ടിട്ട് നമ്മളോട് ടി വി കാണാനാ പറയണേ. നമുക്കപ്പോൾ ടി വി കാണാം. പക്ഷെ എൻ്റെ പൊന്നിടാവേ, ഇടി വെട്ടിയതാണ് കേട്ടോ, പുറത്ത് നല്ല മഴ പെയ്യുണ്ട്. ആ ചെക്കൻ പിന്നെ പേടിച്ചു എന്നാ തോന്നണേ, അവനവിടെ കരയുണ്ട്. എടാ കൊച്ചരക്ക, കരയണ്ട, ഇടി വെട്ടിയതാ, നീ അവിടെ കിടന്നുറങ്ങിക്കോ. എനിക്ക് പിന്നെ വിശക്കുന്നുണ്ട് കേട്ടാ, നമുക്ക് കിച്ചണിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. ഞാൻ പിന്നെ ടോസ്റ്ററൊക്കെ മേടിച്ചു, നമുക്ക് ഒരു സാൻഡ്വിച്ച് അങ്ങ് ഉണ്ടാക്കാം. നമുക്കൊരു ബ്രെഡ് വയ്ക്കാം, എന്നിട്ട് ഒരു മഷ്റൂം വയ്ക്കാം. ആ ഇവിടെ എല്ലാ ഐറ്റംസ് എടുത്ത് വയ്ക്കാം, എന്നിട്ട് നല്ലൊരു സാൻഡ്വിച്ച് അങ്ങ് ഉണ്ടാക്കാം. തക്കാളി വയ്ക്കാം. ഇതെന്താ, ചീസാ? ആ ചീസ് വയ്ക്കാം. പിന്നെ ഈ സാധനവും പിക്കിള്, അതിൻ്റെ മേലെ ഒരു ബ്രെഡും. ലെറ്റ്സ് ഗോ. നമുക്കപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. ഇതെന്തത്? ഓ, ആ സാധനം പൊട്ടി തെറിച്ചുട്ടാ. ആ ചെക്കൻ എന്നിട്ട് ഫീഡ് മീന്ന് പറയുന്നുണ്ട്. നമുക്കപ്പോൾ ചെക്കന് പാല് കൊടുക്കാം. നമുക്ക് പിന്നെ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് പോകണം. എടാ കൊച്ചരക്ക, അവൻ ഫ്രിഡ്ജ് അടച്ചല്ലോ, ഇതിപ്പോൾ പണിയായി. ഏയ് പാലും കുപ്പി എവിടെയാ? എൻ്റെ കയ്യിൽ പാലും കുപ്പി ഉണ്ടായിരുന്നു, അത് ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അത് പോയിട്ട് എടുക്കണം. ഇത് പിന്നെ ഒരു മെയ്സാണ് കേട്ടാ, ഇച്ചിരി പാടാണ്. ആ നോക്കി നോക്കാം. ഓക്കെ, പാലും കുപ്പി അങ്ങനെ കിട്ടേക്കാണ്. ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം. ഇതാന്ന് തോന്നുന്നുണ്ട് പുറത്തേക്ക് പോകാനുള്ള വഴി. ആ ഇതന്നെയാ. ഈ ഡോറിപ്പോൾ ലോക്കായി. എന്തെങ്കിലും ആവട്ടെ. അയ്യോ, നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എവിടെ ഇരുന്നു? ഇവിടെ പിന്നെ ലിഫ്റ്റ് ഉണ്ട് കേട്ടാ, ആ ലിഫ്റ്റ് ഇപ്പോൾ അടച്ചിട്ടേക്കാ. ആ ഇതാ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ കൊച്ചവിടെ കരയുണ്ട്. ഇതാ കുടുക്കി. വീണ്ടും നാറ്റിച്ചു. അവിടെ പോയിട്ടിരിക്കി, പുതിയ ഷെഡിങ് എടുക്കാം. ആ എനിക്കറിയായിരുന്നു ഇങ്ങനെ സംഭവിക്കാമെന്ന്. എന്തായാലും ഒരു ജംപ് സ്കെയർ ഉണ്ടാവും. ഞാൻ ഈ ഗെയിം ആദ്യമായിട്ടല്ല കളിക്കണേ, അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. ഈ ചെക്കന് പിന്നെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി മേലേക്ക് പോകണം. മറ്റേ എമർജൻസിയില്ലേ, ആ സാധനം എടുത്തുകൊണ്ട് വരണം. ഓടാ, അത് ദേ എവിടെ ഇരിക്കുന്നുണ്ട്. ഈ സാധനം എടുക്കാം, എന്നിട്ട് അവൻ്റെ വായലങ്ങ് വെച്ചു കൊടുക്കാം. എന്നാ പിടിച്ചോ. ഇപ്പം നമ്മുടെ ചെക്കൻ നോർമലായി, ഇവനിപ്പോൾ ഒന്നും മിണ്ടണില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവനെ കൊണ്ടേക്ക് എടുത്താം. ഏയ്, ചെക്കൻ്റെ കണ്ണ് തുറന്നല്ലോ. ഇതെന്തത്? എന്തോ ഒരു ബുക്ക് കാണിക്കുന്നുണ്ട്, അത് വായിച്ചു കൊടുക്കാനാവും. ആ മനസ്സിലായി. ചെക്കൻ്റെ ആ റൂമിലേക്ക് പോയിട്ടുണ്ട്. ഇവനെ കൊണ്ടേക്ക് എടുത്താം. പോയി കിടക്കടാ. ഇവിടെ ഒരു ബുക്കുണ്ട്, ഇതാ വായിച്ചു കൊടുക്കണ്ടേ. ഈ മൊയിലെടുത്ത് കൊടുക്കാം. മൊയിൽ വേണ്ടേ? എന്നാ ഷീപ്പ്. ആ ചെക്കന് ഷീപ്പ് മതി. ഇനി നമുക്ക് കഥ വായിച്ചു കൊടുക്കാം. ഹോ, ഇറ്റ് വാസ് കോൾഡ്, ഐ ആം തേഴ്സ്റ്റി, ജസ്റ്റ് വൺ മോർ തിങ്. ഇതെന്തത്? കൊച്ചരക്ക, നിനക്ക് എന്താ പറ്റിയ മോനെ? ചെക്കൻ്റെ തനി സ്വഭാവം പുറത്തിറങ്ങി. നമ്മളിപ്പോൾ നരകത്തിലേക്ക് പോവാ. ആ ചെക്കൻ നമ്മളെ പിടിച്ച് തിന്നു തോന്നണേ. ആ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിൽ പിന്നെ ആക്ട് 2 ഇല്ലേ, ആക്ട് 2 ഉണ്ട് കേട്ടാ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക,
ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.